നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ്, ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതിൽ മുൻപ് തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. നിഫ്റ്റിയിലും ഈ ഒരു കറണ്ട് ഒരു ട്രെൻഡ് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു ട്രെൻഡ് റിവേഴ്സ് ആയപ്പോൾ മുതൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് എക്സാക്റ്റ് ആയിട്ട്. അതായത് 24,800 24,800 താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഹയർ ലെവലിൽ നിന്ന് തന്നെ അലേർട്ട് നൽകിയതാണ്. ട്രെൻഡ് റിവേഴ്സലാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പം ന്യൂസ് വരുന്നതിനെക്കാട്ടി മുൻപ് തന്നെ പ്രൈസ് ആക്ഷൻ കൃത്യമായിട്ടുള്ള മൊമെന്റം കാണിച്ചു തരും. കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്, ആ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്നൊക്കെ എക്സാക്റ്റ് ആയിട്ട് അത് കാണിച്ചു തരും. അപ്പൊ ഇപ്പോഴും പറയുന്ന ആ ഒരു സപ്പോർട്ട് ലെവല്, റെസിസ്റ്റൻസ് ലെവലൊക്കെ വളരെ ശ്രദ്ധിക്കുക. ഇനിയായാലും നിഫ്റ്റി ആയാലും ബൈയിലേക്ക് നിലനിൽക്കണമെങ്കിൽ, ബൈയിലേക്ക് കടക്കണമെങ്കിൽ, പക്ഷെ ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ റൈറ്റ് ബൈയിലേക്ക് കടക്കാനായിട്ട് ടൈം എടുക്കാനായിട്ടാണ് സാധ്യത. കാരണം നിഫ്റ്റി ആയാലും 24,200 എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ടിന്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്തു. 24,200 വളരെ ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയിൽ ഇനി അടുത്ത നല്ലൊരു സപ്പോർട്ട് വരുന്നത് 23,500 600 അടുത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ 23,200 അടുത്ത് നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഈ രണ്ട് സപ്പോർട്ടിന്റെ അടുത്ത് നിന്നാണ് ഒരു ബൗൺസിനുള്ള ഒരു സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്റൻസ് ഏരിയയിൽ, നമുക്ക് ഇൻട്രാഡേയിൽ പറയാൻ പോകുന്ന നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എന്നാലാണ് കൂടുതൽ ബൈക്ക് സാധ്യത വരുന്നത്. നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഏതാ, റെസിസ്റ്റൻസ് ഏതാ നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിലും ഈ രണ്ട് റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ, ഇപ്പോൾ 24,085 മുകളിലേക്ക് 24,015 ഹോൾഡ് ചെയ്തുകൊണ്ട് 85 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ഓപ്പണിംഗിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാം. 200 അടുത്താണ് റെസിസ്റ്റൻസ് വരുന്നത്. 200 അടുത്ത് വരെ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 200, 258 റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ 330 റെസിസ്റ്റൻസ് ആണ്. അത് വിട്ടാൽ 420 റെസിസ്റ്റൻസ് ആണ്. 420, 450. നമ്മളൊരു വൈഡ് റേഞ്ച് മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റി ഒക്കെ കൂടിയത് കൊണ്ട് തന്നെ മാർക്കറ്റിന്റെ ഒരു വൈഡ് റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. 240 താഴെയുള്ള ഒരു ഓപ്പണിംഗ് എല്ലാം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. കുറച്ച് ബൗൺസ് ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള സപ്പോർട്ട് വരുന്നത് 23,800 അടുത്താണ്. 23,805 സപ്പോർട്ട്. ഇനി 630, 665 സപ്പോർട്ടിന്റെ അടുത്തൊക്കെ ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്താൽ ഓപ്പണിംഗ് ചെയ്യേണ്ട സെന്റിമെന്റിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റിന്റെ ഒരു ഹൈ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട്സ് അല്ല, മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി ബുക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, സെയിം ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്ത് മാത്രമാണ് ഇതേ രീതിയിൽ മാനേജ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 23,500 ആ ഒരു സപ്പോർട്ടിന്റെ അടുത്താണെങ്കിലും ഇതേ രീതി ഫോളോ ചെയ്യുക. ബൈക്ക് മാത്രമാണ് ഈ പറയുന്നത്. പക്ഷെ റെസിസ്റ്റൻസ് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. മാർക്കറ്റിന്റെ ട്രെൻഡ് വീക്ക്നെസ് ആണ്. അതേസമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 24,950 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 805 താഴെ നിന്നാൽ 23,625 ഓപ്പൺ ചെയ്യുന്നത് 23,805 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഈ ലെവലിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 630 താഴെ ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്കായാലും 430, അതിനുശേഷം 330, 420, 450 ഈ ഒരു റെസിസ്റ്റൻസ് ഹയർ ലെവൽ. നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്ത എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും വലിയൊരു ഫാളായിരുന്നു. മാർക്കറ്റിൽ സപ്പോർട്ടിന്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് വന്നതിന് ശേഷം സഡൻ ആയിട്ടൊരു ഫാളാണ്. 49,700 അടുത്ത് നിന്നാണ് ഒരു ബൗൺസ് ചെയ്തിരിക്കുന്നത്. ലോവർ ലെവലിലെ സപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി ഒരു ബൈക്ക് ഒരു സാധ്യത വരുന്നത്. അല്ലെങ്കിൽ ലോവർ ലെവലിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്നാണ് ബൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ലെവലുകളൊന്നും
മാർക്ക് ചെയ്തിടാനായിട്ട് പ്രത്യേകം മാർക്ക് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ആ ലെവലുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ ബാക്ക് ഫെയിലും മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. 49,910 ആയിട്ട് ആക്ട് ചെയ്യും, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 50,085 ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇവിടെ സപ്പോർട്ട് 49,600 സപ്പോർട്ട് ഉണ്ട്, തൊട്ടടുത്ത് സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. 49,700 സപ്പോർട്ട് ഉണ്ട്, 49,600 സപ്പോർട്ട് ഉണ്ട്. 600 ഇട്ടാൽ 300 300ന്റെ താഴെ 49,060. ഈ ഒരു ലെവൽ കുറച്ച് സ്ട്രോങ് ലെവലാണ്. 49,300, 49,060 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവൽ ഇതൊക്കെ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന്റെ ഒരു മുകളിലാണ്, റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ബാങ്ക് നിഫ്റ്റി ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാൻ സാധിക്കും. ഫിൻ നിഫ്റ്റി നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിലും സിറ്റുവേഷൻ നോക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട്, ഇപ്പോൾ ആ ഒരു സപ്പോർട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയ സപ്പോർട്ടാണ്, സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് ഓപ്പൺ. ഈ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, അതിനുശേഷം ആ ഒരു ലെവലിൽ നിന്ന് ഫാൾ ആക്ട് ചെയ്തു. സഡൻ ആയിട്ടുള്ള ഒരു ഫാൾ ആയിട്ട് മാർക്കറ്റിൽ വന്നിരുന്നത്. ഈ റൈറ്റ് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം, നാളത്തേക്കുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. പിന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, 755 സപ്പോർട്ട്. സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ 755, 905 ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. 905ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ എടുത്താലും 950 റെസിസ്റ്റൻസ് ഉണ്ട്. 50ന്റെ മുകളിൽ 100 റെസിസ്റ്റൻസ് ഉണ്ട്. ഓപ്പൺ ചെയ്യുന്നത് 100ന്റെ മുകളിലാണെങ്കിൽ 950ന്റെ താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്ന ശ്രദ്ധിക്കുക, 480, 440, 360 ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ മാനേജ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇതിൻ്റെ ഒരു താഴെ ഷോർട്ട് സെല്ലാണ്, ഇതിൻ്റെ നിലനിന്ന വീക്ക്നെസ് ആണ്. പക്ഷെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്ത പൊസിഷൻ എക്സിറ്റ് ചെയ്യുക, ഷോർട്ട് സെൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യുക, ബൈയിലേക്ക് കൺവേർട്ട് ആവുക. ഇപ്പോൾ ഫിനിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്ത് എക്സാക്ട് ആയിട്ട് നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം വീണ്ടും കാണാം. താങ്ക് യു.